അത് ഞാനൊരാൾ കാണിച്ചു കൊടുത്തു. അത് ആൺകുട്ടിയല്ല കേട്ടോ, ഒരു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു. ആ ഒരു മില്ലിന് അടിച്ച പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. ആളെ പേര് എനിക്ക് പറയണ്ടല്ലേ? അല്ല ഒരു 1 മില്യൺ ഉള്ള ഒരാൾക്ക് ഞാൻ തുറന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഉസിറും പുളിയില്ലാത്തവനെ. അല്ല പിന്നെ ഓന്റെ സിലിക്കോൺ കണ്ടിട്ടുണ്ട്. മീശമാധവ സിനിമയ്ക്കകത്ത് വിഷുവിന്റെ അന്ന് പിള്ളേച്ചനെ കണി കാണിക്കുമ്പോ പിള്ളേച്ചൻ ഉണ്ടാകുന്നൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ. അതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പിന്നാമ്പുറം കാണിച്ചാൽ കേസെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ദേഷ്യവും മനസ്സിലുള്ള ആ ഒരു വൈരാഗ്യമൊക്കെ ഉണ്ടല്ലോ. അതൊക്കെയാണ് എനിക്ക് ഹെൽനോസ് പാട്ടയുടെ വീഡിയോ കണ്ടപ്പോഴത്തേന് മനസ്സിലായ ഒരു കാര്യം. ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോഴത്തേക്കിന് ജാസി വിളിക്കുന്നു, ഞാൻ പെണ്ണായിടി എന്ന് പറഞ്ഞുകൊണ്ട് തുറന്ന് കാണിച്ചു കൊടുക്കുന്നു. എന്തായാലും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും ജാസി ഇപ്പൊ കാണിച്ചിട്ടുള്ള പ്രകടനം. കേരള ജനക്കൂട്ടം തന്നെ സ്തംഭിച്ചു പോയൊരു കാഴ്ചയായിരിക്കും എന്തായാലും കാണിച്ചു കൊടുത്തത്. എന്തായാലും ആ വിഷ്വൽസ് എല്ലാം ആ വിഷ്വൽസ് അല്ല കേട്ടോ, പറഞ്ഞിട്ടുള്ള വീഡിയോസ് എല്ലാം ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം കേട്ടോ. പക്ഷെ ഹെൽനോസ് പാട്ട് ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ആണുങ്ങളെ പെണ്ണുങ്ങളെ തുണി ഊരി കാണിച്ചാൽ ഞങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റുന്നൊരു കാര്യം കേട്ടോ. പിന്നെ വെച്ചിട്ടില്ലാന്ന് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ID കാർഡൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മെയിലിൽ നിന്ന് തന്നെ കാണത്തുള്ളൂ. ധൈര്യമായിട്ട് കൊണ്ട് കൊടുക്കാം. അകത്ത് പോകുന്ന കാര്യമായിരിക്കും. നമുക്ക് അങ്ങ് അകത്തായി കഴിഞ്ഞാൽ അകത്താക്കുമ്പോഴത്തേന് ഏത് ജയിലിലിടൂടെ? എങ്ങനെയായിരിക്കും ഇവർക്ക്? ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് 2 ജയിലുണ്ട്. അപ്പൊ ഇവനെ എവിടെ ഇടും? ആണുങ്ങളുടെ കൂട്ടാൻ തീർന്നു, അവിടെ മൊത്തം സൈക്കിളോട്ടായിരിക്കും. പിന്നെ അത് നടക്കുന്ന കാര്യമല്ല. പിന്നെ അവസാനം കാല് പോലും അടുപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ നടക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് അതൊന്നും വേണ്ട. വേറെ എന്തെങ്കിലും നല്ല രീതിയിൽ നിങ്ങൾ നോക്കി ചെയ്യണം കേട്ടോ. പിന്നെ അവസാനം നമ്മൾ പോയതൊന്നും പറയല്ലേ. അപ്പൊ വീഡിയോ നിങ്ങൾ കണ്ടോ? ബാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം കേട്ടോ. ഓക്കെ ഫൈൻ. കുറെ ആൾക്കാർക്ക് ഞാൻ എന്നോട് ചോദിക്കുക, ജാസി സർജറി ചെയ്തത് ഞങ്ങൾ കാണണം. അത് ഞാനൊരാൾ കാണിച്ചു കൊടുത്തു. അത് ആൺകുട്ടിയല്ല കേട്ടോ, ഒരു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു. ആ ഒരു മില്ലിന് അടിച്ച പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. അതെ, കാണിച്ചു കൊടുത്ത കാര്യം നല്ലതൊക്കെ തന്നെ, നല്ലതല്ല. പക്ഷേ ഇതൊരു ആണിന് കാണിച്ചു കൊടുത്താൽ കുഴപ്പമില്ലായിരുന്നു. നിന്റെ അതേ തത്തിയായിരുന്നു. ഇതൊരു പെണ്ണിനോണ്ട് കാണിച്ചു കൊടുത്തൊക്കെ വലിയ വിഷയമല്ലേ. നീ ഒരു ആണല്ലേ, നീ ഒരു ആണായിട്ടൊന്ന് പെണ്ണിന് കാണിച്ചു കൊടുക്കാവോ? എന്തായാലും കൊള്ളാം. നീ ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ ഈ സംശയമുള്ളവർക്ക് വേണ്ടിയിട്ട് വീട്ടിനടുത്തൊരു ഫ്ലെക്സ് അടിച്ചങ്ങ് വെക്കുക. അപ്പോൾ സംശയമുള്ളവർ കാണട്ടെ. താഴോട്ട് വേണ്ട കേട്ടോ, താഴോട്ട് വാങ്ങിക്കഴിഞ്ഞാൽ മുഴച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് മേളിലോട്ടുള്ളത് മാത്രം നീ ഒരു ഫ്ലെക്സ് അടിച്ചിട്ട് വീട്ടിനവിടെ കാണാൻ തൂക്കുകയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ റീലുണ്ടല്ലോ, റീലങ്ങ് ഇടുക. അതെങ്ങനെ എന്ന് പറഞ്ഞ റീലൊക്കെ ഇടുക. നമുക്ക് കാണില്ലാലും കുഴപ്പമില്ല. ആവശ്യമുള്ള ആരെങ്കിലും ഒക്കെ കാണുവടേ. ജാസി ഒന്ന് ഞെക്കാന്നൊക്കെ വിചാരിക്കുന്നത്, ആരെങ്കിലൊക്കെ ഒന്ന് ഞെക്കിക്കോളും. നോക്കട്ടെ, സബ്സ്ക്രൈബ് ബട്ടൺ, ഫോളോ ബട്ടൺ, അത് ഞെക്കിക്കോളും. ഓക്കെ. ആളെ പേര് എനിക്ക് പറയണ്ടല്ലേ? കാണിച്ചു കൊടുത്തു. എന്നിട്ടൊരു വിശ്വാസം ഇല്ലാണ്ട് പോയിട്ട് വീട് ചെയ്ത് ഞാൻ എന്താ പറയാന്ന് ഞാൻ ആലോചിക്കുന്നത്. അത് എത്രയേ ഉള്ളൂ. കാരണം വിശ്വാസം ആവാൻ വേണ്ടിട്ട് ഒന്ന് കാണിച്ചു കൊടുത്തു. അങ്ങനെ വിശ്വാസമാവാൻ വേണ്ടിയിട്ട് ഹെൽനോസ് പാട്ടയ്ക്ക് വീഡിയോ കോൾ ചെയ്തും കാണിച്ചു കൊടുത്തു. അത് ഹെൽനോസ് പാട്ട ആൾക്കാർക്കിടയിൽ നിൽക്കുന്ന നടുമുറ്റത്ത് നിൽക്കുന്ന ഒരു സമയത്താണ് ജാസിയുടെ അത്യുഗ്ര പ്രകടനവും റെനെ മെഡിസിറ്റി കൊണ്ട് ഉണ്ടായിട്ടുള്ള ആകെ ഉപകാരവും. എന്നാൽ ഈ പെണ്ണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ, പെണ്ണല്ല ഇവൻ, ചേടാ എന്തൊരു കഷ്ടപ്പാടായത്. ഇവൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, റെനെ മെഡിസിറ്റിയിലല്ല വിളിച്ചത്, ഞാൻ ആ സർജറി അല്ല ചെയ്തത്, ഈ സർജറി അല്ല ചെയ്തത്. പിന്നെ നീ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തോടി? ആനിമേഷനോ അതോ AI? നീ AI വല്ലതാണോ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? അതോ അകത്തൂടെ നീയും ലവനും കൊണ്ടുവന്ന് തുന്നിച്ചേർത്ത് കയറ്റി വെച്ചതോ? സിലിക്കോൺ ഇംപ്ലാന്റേഷൻ ഒക്കെ ദൈവമേ എന്തുവാണോ എന്തോ നടക്കട്ടെ. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അതങ്ങ് നടക്കട്ടെ. അതിനെ തുടർന്ന് ഹെൽനോസ് പാട്ടയ്ക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു വീഡിയോ കാണാം. ആശി നീ അപ്പുറത്ത് ഒഴിവാക്കി വിട്. നീ ആരുടെ ഒഴിവാക്കി വിടാൻ? നായിന്റെ മക്കളെ ആ കാണിച്ചു എന്ന് പറയുന്ന ആ 1 മില്യൺ അത് എന്നെയാണ് ഉദ്ദേശിച്ചത്. ഈ നായി പരമാറി പരപ്പു ഞാൻ പറഞ്ഞില്ലേ, മറ്റേ മീശമാധവ സിനിമയ്ക്കകത്തുണ്ടാകുന്ന ഫ്രസ്ട്രേഷനാണ്. അതാണ് പല ചീത്ത രൂപേണ ഹെലിലേക്ക് വന്നിട്ട് ഇങ്ങനെ അവസാനിപ്പിച്ചങ്ങ് പോകുന്നത്. ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, വീഡിയോ ഓണാക്കും മോളെ. ഈ പരപ്പൂറനോട് ഞാൻ പറഞ്ഞതാണ്, എന്ത് ഞാൻ പുറത്താണുള്ളത്, വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല. ഈ തന്തയില്ലാത്തവൻ എന്താ ചോദിച്ചാൽ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഊരിലങ്ങ് ഊരി. അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു. കാരണം ഞാൻ എന്തായാലും ആഷിയുടെയും ജാസിയുടെയും കുടുംബക്കാർക്ക്, റിലേറ്റീവ്സിന് എല്ലാവർക്കും നല്ലൊരു മുതൽക്കൂട്ടായിട്ടും നല്ല രീതിയിൽ അഭിമാനിക്കാനും അവർക്ക് സമൂഹത്തിന്റെ മുന്നിൽ ഇറങ്ങി നടക്കുമ്പോഴത്തേനും എന്റെ മോനാ ആ തുണി നോക്കി കാണിച്ചത്. അപ്പോൾ തന്നെ ആഷിയുടെ വീട്ടുകാർ പറയും, എന്റെ മരുമോനാ ആ തുണി, മരുമോളെന്ന് പറയാൻ പറ്റത്തില്ല, എന്റെ മരുമോൻ ആ തുണി നോക്കി കാണിച്ചത്. എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളാരും കണ്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഫ്ലെക്സ് അടിച്ച് വെക്കി. 25,000 സ്ക്വയർ ഫീറ്റിനെ അങ്ങനെ അടിച്ച് നീട്ടി അങ്ങ് പോയി. കേരളം മൊത്തം കാണട്ടെ. അല്ല, KSRTC ബസ്സിൽ ഒരു പരസ്യം കൊടുക്ക്. പോകുന്ന എല്ലാ K-Swiftനകത്തും ജാസിയുടെ പടം വെക്കാൻ പറ.
അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കവാലി സിനിമയ്ക്കകത്ത് ഫ്ലൈറ്റിനകത്ത് അടിച്ച പോലെ കിങ് ഫിഷറിന്റെ ഫ്ലൈറ്റിനകത്ത് മൊത്തം ജാസിയുടെ ഓരോ പടം അടിച്ചു വിട്, ലോകം മൊത്തം അറിയട്ടെ ജാസി നടത്തി എന്നുള്ളൊരു കാര്യം. കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത്. ഞാൻ വേഗം ഫോൺ താഴ്ത്തി പിടിച്ചു. ഞാൻ പറയട്ടെ, നിങ്ങളൊരു സ്ത്രീ ആവാൻ മെനക്കിടുന്ന ഒരാളാണെന്ന് നിങ്ങൾ പറഞ്ഞു. സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത്. ഞാനൊരു സ്ത്രീ തന്നെ ആവട്ടെ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ എന്റെ വീട്ടിൽ ഒറ്റ റൂമിൽ ഇരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പാടില്ല. എന്താ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് റൂമിൽ ഇരുന്നുകൂടി? വിഷയമാണോ സ്ത്രീകൾ ഒറ്റയ്ക്ക് റൂമിൽ ഇരുന്ന്? അല്ലെ കൊച്ചിന് ചുണ്ടിൽ എന്താ പറ്റി പറഞ്ഞു? നിനക്ക് ഉറുപ്പ് കടിച്ചോ? ചുണ്ട് വീങ്ങിയിരിക്കുന്നല്ലോ. ദുഷ്ടജീവി ഇവരത് പിന്നെ ഈ പറയുന്ന പോലെ വീഡിയോ കോൾ ഓണാക്ക് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സാധനം ഞാൻ വേഗം ഫോൺ ഇങ്ങനെ മറച്ചു പിടിച്ചു. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല ഉള്ളത്. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ മറച്ചു പിടിച്ചേനെ. എനിക്ക് ഈ സിലിക്കോൺ കുത്തിപ്പിടിച്ചത് കാണേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു സ്ത്രീ ആവാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മാറിടങ്ങൾ വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കുന്നത്? വൃത്തികെട്ട ജീവി അല്ല. പിന്നെ നെറ്റോള് എടാ, ഇത് ഒന്നാമത്തെ കാര്യം. ജാസിയുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ജാസി പെണ്ണാവാനായിട്ട് നോക്കുന്നത്. കൂടെ നിൽക്കുന്ന ആശിയുടെ നിർബന്ധ പ്രകാരവും അല്ലെങ്കിൽ സമൂഹത്തിനൊരു വില കിട്ടണമെങ്കിൽ ഞാൻ ഇനി പെണ്ണായിട്ട് മാറണം അല്ലെങ്കിൽ ആണായിട്ട് മാറണം, ഇതിന്റെ നടുക്കഷ്ണത്തിൽ നിൽക്കുന്ന കാര്യം വലിയ പാടായതുകൊണ്ട് ചെയ്യുന്ന, അല്ലാതെ സ്വന്തം അഭിപ്രായ പ്രകാരം ഒന്നുമല്ല. ഇത് പറയാനുള്ള കാരണം ഇവൻ ഇന്ത്യക്ക് വെളിയിലായിരുന്ന സമയത്ത് ഇവന്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ ഒരിക്കലും പെണ്ണാവത്തില്ല, ഞാൻ ഒരിക്കലും പെണ്ണിലേക്ക് പോകത്തില്ല, ഞാൻ ഇങ്ങനെ തന്നെ തടിയും വിശപ്പിച്ച് ഇങ്ങനെ അങ്ങ് നടന്നോളൂ എന്നാണ് ഇവൻ പറഞ്ഞത്. അത് ഞാൻ കണ്ടതാ. നട്ടലുണ്ടോ നിനക്ക്? പിന്നെ എന്റെ പേര് പറയാൻ നിനക്ക് പേടിയാവുന്ന? ധൈര്യത്തിൽ പറ. ഒരാണല്ല നീ, ഒരു പെണ്ണുമല്ല നീ. മനസ്സിലായില്ലേ? ഒരു നട്ടലില്ലാത്ത നായിയാണ് നീ. മനസ്സിലായില്ലേ? എന്റെ പേര് പറയാൻ പേടിയാവുന്നുണ്ടോ? അപ്പൊ പിന്നെ കുറെ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല, ഞാനത് കണ്ടിട്ടുമില്ല. ആ ഒരു സാധനം കൊണ്ട് ഇവരന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നിരുന്ന് പറഞ്ഞത്. എന്താണ്? ബ്രസ്റ്റ് സർജറിയാണ് കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഇവർ വളരെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് എന്റെ ബ്രസ്റ്റ് സർജറിയാണ് കഴിഞ്ഞെന്നുള്ളത്. ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എൻറ്റയർ സാധനങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ റെക്കോർഡല്ല, പിന്നെ അല്ലാണ്ട് ഓഡിയോ കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതില് ആ ഓഡിയോ റെക്കോർഡില് ഇപ്പം നിലവിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിനോടാണ് ഞാൻ പറയുന്നത്, നിങ്ങള് ഈ പറയുന്ന ജാസിയുമായിട്ട് കമ്പനിയുള്ള നിങ്ങള് എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല ആൾക്കാരുടെയും രഹസ്യങ്ങൾ ആ വോയിസ് ഉറപ്പായിട്ടും അതെന്തായാലും ജാസി പുറത്തു വിടും. ജാസിയുടെ പുറത്തുള്ള പല വീഡിയോസ് കാണുമ്പോഴും അവളെ സംസാരം കാണുമ്പോഴും അറിയാം ഇതൊന്നും മനസ്സിൽ നിൽക്കുന്ന ഒരാളല്ല. ഇതുപോലുള്ള പല സാധനങ്ങളും ജനങ്ങൾക്കിടയിലിട്ട് തുപ്പാനായിട്ട് ഇങ്ങനെ വിതുമ്പിച്ച് നിൽക്കുന്ന ഒരാൾ, അതായത് റീച്ചിന് വേണ്ടി എന്ത് തെമ്മാടിത്തരം കാണിക്കാനും നിൽക്കുന്ന. ഇപ്പൊ അലൻ ജോസ് പെരേരയെ കുറിച്ച് പറയത്തില്ലേ നമ്മള്, അതുപോലെ തന്നെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളാണെങ്കിൽ പോലും അവരുടെ കൂടെ നിൽക്കുന്നില്ലെന്നേ ഉള്ളൂ. ഏകദേശം എല്ലാം സമാസമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഈ ജാസി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പെണ്ണിലേക്ക് ട്രാൻസ്ഫോർമേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നീ എങ്ങനെയാണ് ഇതുപോലുള്ളൊരു കാര്യം ഒരു പെണ്ണിനെ വിളിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്ത് ദാണ്ടടി ഞാൻ പെണ്ണായിടി എന്ന് പറഞ്ഞിട്ട് സിലിക്കോൺ ഇംപ്ലാന്റ് ചെയ്തെടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നു? ഒന്ന് ആലോചിച്ച് നോക്കേ. ഇത് ഒരു പെണ്ണിലേക്ക് കൺവേർട്ട് ആകുമ്പോഴത്തേക്കിന് ആദ്യം നമ്മൾ കൺവേർട്ട് ആവേണ്ടത് മാനസികമായിട്ടാണ്. നമ്മൾ മാനസികമായിട്ട് കൺവേർട്ട് ആകുമെന്ന് വെച്ചാൽ അവരുടെ ഈ പുറത്ത് കാണിക്കേണ്ടതായിട്ടല്ലാത്ത ഉപകരണങ്ങൾ അല്ലെങ്കിൽ അവയവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ അവയവങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു മാനസികമായിട്ട് പെണ്ണായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിലൊക്കെ ഭയങ്കര കൺസിഡറേഷൻ ആയിരിക്കും. അങ്ങനെ ആയിരിക്കും. ഞാനങ്ങനല്ല, നമ്മളങ്ങനെ ആണായതുകൊണ്ട് ആണിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ മറക്കാറുണ്ട്. നിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിനക്കിപ്പോ 2 എണ്ണം മറക്കണം, നമുക്ക് 1 എണ്ണം മറച്ചാൽ മതിയല്ലോ. നിന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ അങ്ങനെ പെണ്ണിലേക്ക് മാറുമ്പോഴത്തേന് ആദ്യം അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ നിന്നെ സംബന്ധിച്ച് നീ ഒരു പെണ്ണിലേക്ക് മാറാൻ ഉദ്ദേശമല്ല. നീ ഇവിടെ ഇത് കാര്യം കേട്ടോ, ഇത് ഇപ്പൊ അറിഞ്ഞ കാര്യം. ഇത് മിക്കവാറും ബർത്ത് സർജറി നടന്നതിന് ശേഷം ഉടുപ്പില്ലാതെ നിക്കർ മാത്രം ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു കാര്യം എത്തും. കാരണം നിക്കർ ഇട്ടില്ലെങ്കിൽ മുഴച്ചിരിക്കുന്നൊക്കെ നാട്ടുകാർ കാണും. അതായിരിക്കും നടക്കാൻ പോകുന്നത്. ഇനി എന്നെ ഒന്നുകൂടെ കാണാം. ലൈക്ക് ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അത്രയും വേദന സഹിച്ചിട്ടാണ് ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് അല്ലേ. അപ്പൊ ആ കുഞ്ഞിനെ കാണുമ്പോൾ ആ വേദന മുഴുവൻ അമ്മ മറക്കുകയാണ്. അതേ ഒരു അത്രത്തോളം പെയിൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ അതേ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ ഇപ്പൊ കടന്നു പോകുന്നത്. കാരണം നമ്മള് എന്തോന്ന് അമ്മ കുഞ്ഞിന് ജന്മം നൽകുന്നതും തൊലിക്കകത്ത് സിലിക്കോൺ ഇംപ്ലാന്റ് ചെയ്യുന്നതും രണ്ടും ഒരേ വൈബ, ഒരേ വേവ് ലെങ്ത് ആണെന്ന് അടിച്ച് പല്ലിറക്കേണ്ട സമയം കഴിഞ്ഞ് ഈ പരിപാടിയെ. നീ നാട്ടുകാരുടെ മുന്നിൽ കിടന്നുകൊണ്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ പോയി കിടന്നിട്ട് ഓക്കാനിച്ച് കാണിക്കുന്നു, തിരിഞ്ഞു കാണിക്കുന്നു, മറിഞ്ഞു കാണിക്കുന്നൊക്കെ വന്ന് തൊടാരുന്ന എന്താണെന്ന് പറയുക വീഡിയോ. പോട്ടെ മാലിന്യ സംസ്കരണത്തിലോട്ട് പോകുന്ന സാധനം മാലിന്യത്തിന്റെ കൂടെ ഒഴിഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതുപോലുള്ള കുറെ സാധനങ്ങൾ വന്നതുകൊണ്ടാണ് ഇപ്പോൾ എടുത്ത് ഈ ഒരു വേസ്റ്റ് എടുത്ത് വെച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ കമന്റ് നിങ്ങൾ രേഖപ്പെടുത്തുക കേട്ടോ. പിന്നെ ഹൈപ്പ് കൊടുക്കാനുള്ളവർ വീഡിയോക്ക് നേരെ ഹൈപ്പ് കൊടുത്തോളാം. ഓക്കെ. ശരീരത്ത് കുറേ വലിയ മുറികൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ വേദന സഹിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ആഫ്റ്റർ ഓൾ നമ്മൾ കാണുമ്പോൾ വേറൊരു ട്രാൻസ് പെൺകുട്ടി ഉണ്ടായിരുന്നു, കണ്ണാടി ഇതുവരെ നോക്കാൻ പാടുള്ളൂ, താഴത്തേക്ക് നോക്കാൻ പാടില്ല എന്ന്. എന്റെ വീട്ടിലെ കണ്ണാടി വലിയ കണ്ണാടിയാണ്, ഫുള്ളായിട്ട് കാണും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഇതുവരെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ഒരു സന്തോഷം.
നിനക്ക് ഒരു വെടിക്ക് 2 പക്ഷിയല്ലേ ഇപ്പൊ കിട്ടിയത്? ഒന്ന് ആലോചിച്ച് നോക്കേ. വലിയ കണ്ണാടി ആയതുകൊണ്ട് നിനക്ക് എന്തൊക്കെ ഉപകാരങ്ങളുണ്ട്. കേരള ജനക്കൂട്ടത്തിൽ ആർക്കും കിട്ടാത്ത വലിയൊരു ഉപകാരമല്ലേ നിനക്ക് കിട്ടിയിരിക്കുന്നത് വലിയ കണ്ണാടി ആയതുകൊണ്ട്. നിനക്ക് മേളിലും പലത് കാണാം, താഴെയും പലത് കട്ടൂടെ? അല്ല, നിനക്ക് താഴെ കാണണമെങ്കിൽ താഴത്തെ കണ്ണാടി മുറിച്ച് കളയണം. ഈ വന്നിരുന്ന അപരാധം പറയുന്നതെന്ന് ആലോചിച്ച് നോക്കേ. ഇതിനെയൊന്നും നിങ്ങൾ ഈ കമ്മ്യൂണിറ്റി ചേർക്കല്ല്. ഇതിനെയൊക്കെ ഇറക്കി വിടണം. ഇതിനെ ഇറക്കി വിട്ടത് ഇതിന് സ്വയം തൊഴിൽ കണ്ടുപിടിക്കാനായിട്ട് ഇറക്കി വിടണം. ഇതിന് ഗവൺമെന്റിൽ നിന്ന് പോലും സ്വയം തൊഴിലിനൊരു സാധനം കിട്ടത്തില്ല. അമ്മാതിരി പരിപാടികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മര്യാദയൊക്കെ വേണ്ടടാ. പൊതുവേ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് ഇതുപോലൊരു പേരുദോഷം ഉണ്ട്. ഒന്ന് പറഞ്ഞാൽ 2 തുണി നോക്കി കാണിക്കും എന്നൊരു കാര്യമുണ്ട്. ആ ഒരു കാര്യത്തെ വീണ്ടും അർത്ഥവത്താക്കുന്ന രീതിയിലുള്ളൊരു പ്രകടനമാണ് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് കാലെടുത്ത് വെക്കാനായിട്ട് നിൽക്കുന്നത്. ഇതിനൊന്നും കമ്മ്യൂണിറ്റി കൂട്ടേണ്ട കാര്യമില്ല. എന്നാലും പോട്ടെ, ഇതിനെല്ലാം ഈ കമ്മ്യൂണിറ്റി കൂട്ടുന്ന ആയതുകൊണ്ട് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് കാലെടുത്ത് കുത്താനായിട്ട് നിൽക്കുന്ന കാശി കാണിച്ചിരിക്കുന്ന ഒരു പരിപാടി അയ്യോ വളരെ വളരെ മുതൽക്കൂട്ടായിട്ടുള്ള കാര്യം. നിനക്ക് എന്ത് പങ്ക് കിട്ടുന്ന പറഞ്ഞേ? എന്ത് കിട്ടുന്ന? മലയാളവും മര്യാദക്ക് പറയാൻ അറിയില്ല, ഇംഗ്ലീഷും മര്യാദക്ക് പറയാൻ അറിയില്ല. ആകെ നിനക്ക് പറഞ്ഞിട്ടുള്ള പണി എന്താണെന്നറിയോ? മറ്റേ ഫഹദക്കെല്ലാം പറയുന്ന പോലെ വെളിച്ചെണ്ണയും കൊണ്ട് നടക്ക്. നിനക്ക് അതേ പറ്റൂ, വേറെ ഒന്നും നിന്നെ കൊണ്ട് പറ്റില്ല. മനസ്സിലായില്ലേ? പിന്നെ എന്നാ നീ ഉപമിച്ചു തന്ന ഫഹദിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫഹദിന്റെ വീഡിയോ കാണുമ്പോൾ ഞാൻ ആലോചിച്ചു, ഫഹദ് എന്തിനാ ഇത് മാത്രം ചെയ്യുന്ന, വേറെ വീഡിയോസും ചെയ്തുകൂടി, ഇച്ചിരി ഓവർ അല്ലേ എന്നൊക്കെ ഞാൻ പലതവണ ചിന്തിച്ചത്. ഇപ്പോഴാണ് മനസ്സിലായത്, ഫഹദ് ബ്രോ നിങ്ങൾ ചെയ്തതായിരുന്നു ശരി. നിങ്ങൾ ശരിയായിട്ട് ചെയ്തത് കൊണ്ടാണ് ഇവൻ ഇത്രയും ഫ്രസ്ട്രേഷൻ ആവാനും ഇവൻ ഈ ഒരു സർജറിയിലേക്ക് വന്ന് എത്തിയാലും മെയിൻ കാരണം നിങ്ങളാണ്. പ്രസവിക്കുന്ന വേദന, ഒരു അമ്മ പ്രസവിച്ചിട്ട് കുട്ടിയെ കാണുമ്പോ ആ വേദന പോകുന്ന പോലെയാണ് നിന്റെ സിലിക്കോൺ വെച്ച് പിടിപ്പിച്ചത് കണ്ണാടിയിൽ എനിക്ക് കാണുമ്പോന്ന. ഉപമിക്കുമ്പോ മര്യാദക്ക് ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ? സ്ത്രീകളെ വെച്ചിട്ടുള്ള ഉപമയൊന്നും നീ നടത്തണ്ട. നിനക്കതിനുള്ള യോഗ്യതയില്ല. മനസ്സിലായില്ലേ? സ്ത്രീകളെ വെച്ചവന് ഉപമിക്കുന്നു. അവൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ. അവന് വീഡിയോ കംപ്ലീറ്റ് ചെയ്യണ്ടേ, 10 മിനിറ്റ് ഓടിക്കണ്ടേ? എന്തെങ്കിലും ഒരു കാര്യം പറയണ്ടേ? സ്ത്രീകളെ വെച്ച് അറിയാതെ ക്ഷമിച്ചേക്ക്. സ്ത്രീകളായിട്ടുള്ള ക്ഷമിച്ചു കൊടുക്കും. സിലിക്കോൺ വെച്ച് പിടിപ്പിച്ചത് കണ്ണാടി കാണുമ്പോ പോരാ. ഞാൻ പറയുന്നില്ല. നീ ഉണ്ടല്ലോ, നീ ഈന്റെ പേരിൽ കൊണ്ടൊരു കേസ് കൊടുത്താൽ എനിക്ക് വിഷയമുള്ള കാര്യം ഞാൻ ഇനി ഏതറ്റം വരെ പോയാലും ഞാൻ പോയിക്കോളൂ. മനസ്സിലായില്ലേ? അല്ല, വോയിസ് റെക്കോർഡിന്റെ കാര്യം മറക്കണ്ട, കേട്ടില്ലേ? അതെല്ലാം എന്റെ കയ്യിലുണ്ട്. നിനക്ക് അങ്ങനത്തെ ഒരു ധാരണയും വേണ്ട. ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തിരുന്നു. അത് പക്ഷെ നമ്മൾ പറഞ്ഞ രീതിയില്ല. ഹെലനക്കായിരിക്കും ആദ്യം ഇവനെതിരെ കേസ് കൊടുക്കാൻ പറ്റുന്നത്. ഒരാണ് പെണ്ണിനെ തുണി ഒരു കാണിച്ചു പബ്ലിക്കിനിടയിൽ. ഞാൻ കൂട്ടുകാരുമൊത്ത് റോഡിൽ നിൽക്കുന്ന ഒരു പബ്ലിക് പ്ലേസ് നിന്നപ്പോഴത്തേന് എന്റെ ഫോണിലോട്ട് വിളിച്ച് എന്നെ ബുദ്ധിമുട്ടിപ്പിച്ച് എന്നെ വീഡിയോ കോൾ ചെയ്ത് എന്റെ അനുവാദമില്ലാതെ തുണി പൊക്കി നാട്ടുകാരുടെ ഇടയിൽ ഞാൻ നിന്നപ്പോ എനിക്ക് കാണിച്ചെന്ന്. ആര് കാണിച്ചെന്ന്? അവൻ കാണിച്ചെന്ന്. അവൻ തുണി ഊരി കാണിച്ചെന്ന്. കൊണ്ട് കൊടുക്കണമെന്ന്. ആദ്യത്തെ നിന്റെ കൊടുക്കുന്ന കേസിനായിരിക്കും വാലിഡിറ്റി, പിന്നെ ഉള്ളു സെക്കൻഡറി ഒക്കെ. അതുകൊണ്ട് ധൈര്യമായിട്ടുണ്ട് കേസ് കൊടുക്കുന്നതായിരിക്കും നല്ലൊരു കാര്യം. പിന്നെ ജാസി നിന്റെ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ നമ്മുടെ കേരളത്തിൽ വേറെ ആർക്കും ഒരു ഡൗട്ടും ഇല്ല. ആ ഡൗട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ നീ കാണിച്ചു കൊടുത്താൽ അത് അവിടെ അവസാനിച്ചു. നമുക്കാർക്കും നിന്റെ ഒരു അവയവം കാണണമെന്ന് നമുക്ക് യാതൊരുവിധ ആഗ്രഹമില്ല. ഇനി നിനക്കത് കാണിച്ചേ പറ്റത്തുള്ളെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഈ KSRTCയിൽ കുറച്ച് പൈസ അടച്ചാൽ മതി. അടച്ചു കഴിഞ്ഞാൽ അവർ തന്നെ അത് ചെയ്തു തരും. അതുപോലെ തന്നെ ചിലപ്പോൾ ഇന്ത്യൻ റെയിൽവേയിലും പറ്റുമായിരിക്കും കേട്ടോ. ഏതെങ്കിലും ദൂരെ ട്രെയിൻ പോകുന്നത്, അതായത് എനിക്കൊന്ന് ഹിമസാഗർ അങ്ങനെ നോക്കാം. ഹിമാലയത്തിൽ നിന്ന് കന്യാകുമാരി വരെ പോകുന്ന വണ്ടി ഉണ്ടല്ലോ, ഹിമസാഗർ. ആ ട്രെയിനിനകത്ത് നമുക്ക് നോക്കാം. അതാകുമ്പോൾ ഇന്ത്യ മൊത്തവും കറങ്ങുമല്ലോ. അങ്ങനെ ഒരു ട്രെയിനിനകത്ത് അങ്ങനെ നമുക്ക് നോക്കാം. പിന്നെ ഇവിടുന്ന് പോകുന്ന ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കുന്ന ആൾക്കാരുടെ വണ്ടികളിൽ, അങ്ങനെ പോകുന്ന ടൂറിസ്റ്റ് ബസ്സുകളിൽ നമ്മൾ ഇവിടെ ചോദിക്കാം. പുഞ്ചിരി ബസ്സും മറ്റേ മുരാരയൊക്കെ ഇവിടെ ഉള്ളതാണ്. ഞാൻ അവരോട് ചോദിക്കാം, ജാസിയുടെ ഒരു പടം മറ്റേ പുതിയൊരു വണ്ടി അവർ ഇറക്കിയായിരുന്നു, മറ്റേ ആട് ജയസൂര്യയുടെ വെച്ചിട്ട്. നമുക്ക് അത് മാറ്റിയിട്ട് ജാസിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടൊരു ഫോട്ടോ വെക്കാൻ പറ്റുമെന്ന് ഞാൻ മുരാരയുടെ ഒന്ന് ചോദിച്ചു നോക്കാം. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇവിടുന്ന് ബാംഗ്ലൂർ വരെ, അല്ലെങ്കിൽ മധുര, ചെന്നൈ, ഹൈദരാബാദ് തുടങ്ങിയിടത്തോട്ട് നിനക്ക് നല്ലൊരു റീച്ചിലേക്ക് നമ്മളെ കൊണ്ടാവുന്ന രീതി എത്തിച്ചേരാം കേട്ടോ. ശരി എന്നാ.